കനത്ത മഴയേനു. കനത്ത മഴയിൽ ഇതാ പൊരേനെ നേരെ മുന്നിലുള്ള മരം വീണിട്ട് നോക്കി റോഡ് വരെ ബ്ലോക്കായി. അമ്മാരി മഴ പെയ്ത്. ഇതിന്റെ വേറൊരു കാര്യം അറിയണോ? മേലുണ്ടായിരുന്ന ടാങ്ക് ഇല്ലേ, ടാങ്ക് അതൊക്കെ എവിടെയാന്ന് അതാ അതിന്റെ ഉള്ളില് ടാങ്കൊക്കെ അതവിടെ. അതാ പറഞ്ഞേ അമ്മാരി. എവിടെ ഈ മരത്തിന്റെ വലിപ്പം നോക്ക്. ഇത്ര വലിയ മരം വെക്കണെങ്കില് ഓ സീന്. ഫയർഫോഴ്സിനെ വിളിക്കണം. ഇത് ഫയർഫോഴ്സ് ഒന്നും വരില്ല. ഇത് പ്രൈവറ്റ് റോഡാണ്. ഓര് വരുമൊന്നുമില്ല. ഫയർഫോഴ്സിനോ അങ്ങനൊക്കെ ഉണ്ട് ഫയർഫോഴ്സ്. നമ്മളെ ചുരത്തിൽ അന്ന് ഒരു ഐഫോൺ വീണ ഓർമ്മ, അത് ഫയർഫോഴ്സുകാരെ എടുത്തു കൊടുത്തേ. അവർക്ക് പേയ്മെന്റ് കൊടുത്തേ. പേയ്മെന്റ് കൊടുത്താൽ ചെയ്യും. എത്ര രൂപ കൊടുക്കേണ്ടി വരും? വിളിച്ചു ചോദിച്ചു നോക്കാം. ഓ കറണ്ട് കമ്പി വിൽക്കാത്ത ഭാഗ്യം മോനെ. എന്താ കണ്ണു കറണ്ടില്ല എന്താ മോനെ. ടാങ്ക് കിടക്കുന്നു. നമുക്ക് എയില കേറുക. അതിലെങ്ങനെ കേറിക്കോ കേറിക്കോ. വീട്ടത്തെ ടാങ്ക് നോക്ക്. എടാ ഇത് പൊരേന്ന് ഇവിടെ വരെ വരണമെങ്കിൽ അമ്മാരി കാറ്റടിച്ചിണ്ടാവൂലേ. പിന്നെ ഈ സാധനം ഇവിടെ എത്രയും വെയിറ്റ് ഉള്ള സാധനം ഇവിടെ പകുതി വെള്ളമുള്ള സാധനം ഇവിടെ എത്തണമെങ്കിലോ ഇതല്ല. ഇത് വെള്ളമുള്ളതല്ല, മുറ്റത്ത് ഉണ്ടായിരുന്ന. എന്റെ മോനെ പൊട്ടി പരിപ്പണായിപ്പിക്കണേ. അമ്മാരി ഇതിന്റെ ബാക്കി കാണിച്ചു മാവിന്റെ അത് മേലെ എത്തിയിട്ട്. എടാ ഇതടാ ഇത് ഈ കാണുന്ന മരം. ഈ സാധനം ഈ സാധനം പകുതിക്കുന്ന പൊട്ടിയിട്ട് ഇവിടെ മൊത്തം. അയ്യോ അങ്ങോട്ട് എന്തെങ്കിലും പറ്റുമോ? ഒന്നുകൂടി അഭിനയിച്ചേ. അയ്യോ അങ്ങനല്ല, ഇത് വീണെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും മതിയായില്ലേ. വന്നേ നീ നോമ്പ് തുറക്കാനുള്ള ടൈമും ആയി. എന്റെ മോനെ നാശനഷ്ട. മരം വീണേ അറിയില്ല. ഇത്ര വലിയ ഇവിടുന്ന് 1/2 കിലോമീറ്റർ എടാ ഇത്ര വലിയ സംഭവമൊക്കെ സംഭവിക്കണ വലിയ കാര്യം തന്നെയാണ്. സീരിയസ്ലി ഞങ്ങള് പറയുന്നത് സിമ്പിൾ ആയിട്ടാണെങ്കിലും പക്ഷെ അതിന്റെ ഡെപ്ത് ഭയങ്കരമാണ്. ആക്ച്വലി ഒരു വലിയ മരം തന്നെയാണ് പൊട്ടി വീണത്. നല്ല നാശനഷ്ടം ഉണ്ട്. ഇല്ല നിനക്കല്ലേ രാത്രി ഞങ്ങളെ കൊണ്ടാക്കാൻ കാർ എടുത്ത് വരണം എന്ന് പറഞ്ഞേ. ഇനിയിപ്പോ വേണ്ടല്ലോ. പറക്ക വിടുന്ന് ബൈക്ക് പോലും എടുക്കാൻ പറ്റൂല. വീട്ടിലോട്ട് പോകുമ്പോ ഫുള്ള് നാശനഷ്ടങ്ങൾ. അതൊക്കെ ഇതാ തെങ്ങിന്ന് 2-3 ഇത് പോയിക്കണ്. ഇതൊക്കെ പൊട്ടി വീണിക്കണ് ഗൈസ്. ഇതൊക്കെ ഇതാ ഈ മരാട്ട പൊട്ടി വീണേ. ഈ കാണുന്ന മരമാണ് പൊട്ടി വീണേ. അതാ ടാങ്ക് ടാങ്ക് ഉണ്ടായ സ്ഥലം കാണിച്ചു തരാ. ഇതാടാ അമ്മാരി കാറ്റടിച്ചിക്കണ്. ഇതാ അവിടെ ഫ്രാൻസിസാന്റെ വീടിന്റെ അവിടെ ഒരു മരം. ടാങ്ക് ഉണ്ടായിരുന്നു ഇവിടെ. ആ സ്പോട്ടിലാണ് ടാങ്ക് ഉണ്ടായിരുന്നത്. അവിടുന്ന് കാറ്റടിച്ചിട്ട് അത്ര ദൂരത്ത് പോയി. മരത്തിന്റെ അടിയിൽ പോയി സെറ്റിൽമെന്റ് പോയി. പൊന്നോ ഈ ഷൂ ഒക്കെ നനഞ്ഞിക്കണല്ലോ. ഉമ്മ ഉമ്മ ഓ ഇതൊക്കെ ഇതാ ഫുള്ള് ഓടൊക്കെ പൊട്ടി വീണിക്കണം. നോക്കട്ടെ എടുക്ക്. ഒട്ടിച്ചോട് പറഞ്ഞു തരണെങ്കിൽ അമ്മാര് കാറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലേ? അങ്ങോട്ട് നോക്ക് ഓട്. ആടാ എത്ര ഓടാ പോയേ. അപ്പൊ എവിടുന്നാ വീണേ? ഇതാ അവിടെ ഇതാ ഇവിടുന്നല്ലടാ ടോപ്പിന്നാ വീണേ. കാറിലൊന്നും പറ്റാത്ത ഭാഗ്യം. വണ്ടി ഇവിടെ ഞാൻ ഇവിടെ ഇടലുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഇവിടെ ഇട്ടേ. ഇതൊക്കെ തെങ്ങ് നോക്ക്.
തെങ്ങും പോയി. യോ എനിക്ക് ഇവിടെ തന്നെ ഇടണല്ലേ വീണ്ടും? എടാ ഇതൊക്കെ ഇനി വൃത്തിയാക്കണേ ഉണ്ടല്ലോ, കുറച്ച് ടൈം എടുക്കും. എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചേ? ടാങ്ക് അല്ല, മരം കണ്ടില്ല, വണ്ടി പോവില്ല. അതാരാ വിട്ടു കഴിഞ്ഞ്? ഇത് ഞമ്മള് പൊട്ടിച്ചിട്ടതാണോ മരം? ആ മരം വെട്ടാൻ പാടില്ല. ഇപ്പൊ ഉള്ളത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി അതിന് ഒന്നും വെട്ടാൻ നിക്കണ്ട. ഇനി അത് മറിഞ്ഞു വെട്ടിയാനൊന്നും ഇല്ല. വേറെ ഇളക്കൂല. അപ്പച്ചെന്ന് പറഞ്ഞത് മേലെ വെട്ടിയാല് ഒന്നും അനങ്ങൂല. ആ മയന് മുന്നേ വെട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞ്. റഷ്യൻ സുന്ദരിയാണോ ഇതൊക്കെ പറഞ്ഞിരുന്ന നിങ്ങക്ക്? ഞാൻ അടുപ്പ് കത്തിച്ച് നെയ്പ്പത്തിൽ ഇടുകയാണോ? എന്താണ്? അതെങ്ങനെ അവിടെ എത്തി? എനിക്കറിയില്ല. സലാംഖാൻ വന്നിട്ട് പറഞ്ഞു. സലാംഖാന്റെ അടുത്ത് പോയി. എന്ത് ടാങ്കോ? പറങ്കി വാങ്ങാന്റെ ചെടി ഒന്നായിട്ട് അടിയോടെ പോയി തന്നെ. പിന്നെ ഞാൻ നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നതിനും തീയും വെണ്ണൂറും കണ്ട് ഒന്നായിട്ട് മേത്തക്ക് ഞാൻ പറഞ്ഞ അടിയിനെ കാറ്റടിച്ച് നിങ്ങള് ചിരിക്കല്ലേ? അടുക്കള മൊത്തം വെള്ളേനും അക്കൊക്കെ തുടച്ച് നമ്മള് സിറ്റുവേഷൻ ലൈറ്റ് ആക്കുകയാണ്. അല്ലാണ്ട് വന്നിട്ട് നല്ല കിട്ടും. എനിക്കെന്തിന് നിങ്ങൾ വെട്ടാൻ സമയം കേട്ടല്ലേ? ഗായ്സ്, ഇന്ന് എനിക്ക് നോമ്പില്ല ഗായ്സ്. ലാസ്റ്റ് ടൈം വന്നപ്പോ എനിക്ക് നോമ്പുണ്ടായിരുന്നു. ഇവിടുത്തെ ലേറ്റ് കറണ്ടില്ല. ബത്തക്ക, ചിക്കൻ നഗറ്റ്സ്, കോഴിമുട്ട. ഈ ആഴ്ച നോമ്പെടുത്തില്ല ഗൈസ്. ഇവിടൊക്കെ വെള്ളേനും ഫുള്ള് വെള്ളേനും. എന്നാ വാ നോമ്പ് എടുക്കാനാ. ഇവാ കൊണ്ടുവര്, എടുത്തോ. ഇതെന്താ? ഒന്നും പറയണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു മായ ഇവിടുത്തെ കാറ്റ്? സെറ്റല്ലേ എന്നൊക്കെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോ പറയുന്നവര് ഓടി വീഡിയോ എടുക്കാൻ അപ്പ ഇടിവെട്ടിക്ക് ഓടി. ഞങ്ങള് അറിയണ്ടേ? ഞങ്ങൾക്ക് അവിടെ എല്ലാം എത്ര ഓടാ പൊട്ടി വീണ്? ഫുള്ള് ഓടുണ്ട് നിലത്ത്. ആണോ? ആ സൈഡ് വീണിക്കണ്. പാല് മറന്നുപോയി. ഈ സമയത്ത് എങ്ങനെ പാല് വാങ്ങുക? ഞങ്ങള് പാല് വാങ്ങാൻ വേണ്ടി പോയതാണ് സത്യം പറഞ്ഞാല്. ഓക്കെ, ഫുള്ള് ഓട്. ഇനിയിപ്പോ കാർ ഇറങ്ങൂല. ഇനിയിപ്പോ നാളെ പണിക്കാരെ വിളിച്ചിട്ട് അത് മൊത്തം വെട്ടിക്കണം. അമ്മാര് കാറ്റ് ചെയ്യുന്നത്. കാറ്റിന്റെ ഫോഴ്സ് നിങ്ങളിപ്പോ രാത്രി ആയതുകൊണ്ടിട്ട് അത് മനസ്സിലാവാത്ത. ഇല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. എന്റെ ബൈക്കിനൊന്നും ടോക്കിയോനൊന്നും കുഴപ്പമില്ലല്ലോ. ടോക്കിയോ ആ മരം എനിക്ക് തോന്നുന്നു ഫോഴ്സ് കട്ടി കുറഞ്ഞൊരു മരം ആയിരുന്നു. അതുകൊണ്ട് ഇടക്കണം പൊട്ടി വീണത് അല്ലേ? എന്താ ന്യൂസ്? എന്തിനാ? നോമ്പ് തുറക്കുന്ന സമയത്ത് ടി വി ഒക്കെ കാണില്ല. അപ്പൊ ഇന്നിവിടെ അസ്തഗ്ഫിറുള്ളാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. പിന്നെ എന്തൊക്കെയോ ഭൂരി ഉണ്ട്, നെയ്പത്തിരി ഉണ്ട്, പത്തൊക്കെ ഉണ്ട്. എന്താ കൊണ്ടു? ഇത് മരം മുറിച്ചിട്ട് എന്താ ഞാനാണോ? ഞാൻ ടൗണില് പാല് വാങ്ങാൻ പോയതാണ്. അവിടെ എത്തിയപ്പോ മഴ പെയ്ത്. എന്നിട്ട് ചെറിയ മോന്റെ വീട്ടിലേന് ഇത്ര നേരം. പാല് മറന്നുപോയി. അത് മഴ പെയ്തപ്പോ ചെറിയ മോന്റെ വീട്ടിൽ കയറി. ഇല്ല എന്നൊക്കെയാ പറയുന്നത്. ഞാൻ പോയി. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? എന്താണ് എടാ ഇത് നമ്മൾ ചിരിച്ചോട്ട് പറയണ്ടെങ്കിൽ അത് അല്ലെ? നാളെ അതൊക്കെ വെട്ടണം. നമ്മൾ ഇവിടുന്ന് രാത്രി ഇവിടുന്ന് പോകും. ഡാഡി വരട്ടെ. ഗൈസ് ഇവര് പോവട്ടോ. ഇവിടെ വന്നിട്ട് ഉളുപ്പില്ലാതെ ഭക്ഷണം കഴിച്ച് എന്നാ മരം വെട്ടുക. അപ്പൊ ഞാൻ കണ്ണാപ്പി ഇന്ന് രാത്രി ബാംഗ്ലൂർ പോട്ടോ. എന്തായാലും
ഡാഡി ഇപ്പൊ വരുന്നൊക്കെയാണ് പറഞ്ഞത്. എടെ ആ വണ്ടി വരുന്നുണ്ട്, ഇങ്ങോട്ട് തന്നെയാണോ നോക്ക്. സൗണ്ട് കേട്ടിട്ടുണ്ട്. ആ വരട്ടെ വരട്ടെ വരട്ടെ. അയ്യോ പിന്നെ അയ്യോ ഇങ്ങളെ വിചാരം ഇവര് ഇത് ഡാഡിനെ പേടിച്ച് ജീവിക്കണമല്ലോ. അല്ല പേടിച്ച് ജീവിക്കല്ല, ബഹുമാനുണ്ട്, പേടിക്കണെന്തിനാ. ഞങ്ങള് പോയിക്കോളി. മരം വീണേന് എന്താ അഭിപ്രായം? മരം വീണ അഭിപ്രായം എന്താണ്? 100 പ്രാവശ്യം പറയാൻ കുറച്ച് കളയുന്ന ആദ്യം. നിങ്ങളെന്താ പറഞ്ഞേ? പ്രകൃതി എന്താണ്? പ്രകൃതി ദോഷം ചെയ്യുന്നു. ആ മണ്ണൊക്കെ ഒലിച്ചു പോകും. ഇപ്പൊ എന്തായി? അതന്നെ പറഞ്ഞത്. ഒരു സുപ്പച്ചിന്റെ കൂടെ പോയല്ലോ KSRTC-യില്. പറഞ്ഞല്ലോ. നോക്കാം. അതാ നല്ലത്, നല്ല കുട്ടികളുടെ. ഓക്കെ, എന്തായാലും നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബാക്കി നാളെ വെട്ടും ഇവര്. ഞാൻ ഇന്ന് പോവുമല്ലോ.